എല്ലാവർക്കും നമസ്കാരം. സൈറ ലേണിംഗ്സിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഭാഷാ കൗടലീയമാണ്. ഭാഷാ കൗടലീയം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, മലയാള ഭാഷയുടെ വികാസ ചരിത്രം പരിശോധിച്ചാൽ അതിൽ ഗദ്യങ്ങൾക്ക് വലിയ സ്ഥാനമാണുള്ളത്, അല്ലെ? നെറ്റ് സിലബസിലെ 1-ാം യൂണിറ്റിൽ പാട്ട് പ്രസ്ഥാനം മുതൽ അല്ലെങ്കിൽ അതിൽ നിന്ന് മണിപ്രവാളത്തിലേക്കും ഇതര ഗദ്യ മാതൃകകളിലേക്കും ഒക്കെ നമ്മൾ കടക്കാറുണ്ട്. അതിൽ പ്രാചീന ഗദ്യ മാതൃകകൾ എന്ന ഒരു ഭാഗം തന്നെ, അങ്ങനെ ഒരു വിഷയം തന്നെ നമുക്ക് പഠിക്കാനുണ്ട്, അല്ലെ? അതിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഭാഷാ കൗടലീയം. മലയാള ഭാഷയുടെ വികാസം നോക്കിയാൽ പദ്യ മാതൃകകളിൽ നിന്നും വ്യത്യസ്തമായി ഗദ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാചീന ഗദ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ, ഈ ഗദ്യങ്ങളുടെ വികാസത്തെ, മലയാള ഗദ്യ വികാസത്തെ പ്രധാനമായും നമുക്ക് 3 ഘട്ടങ്ങളായി തിരിക്കാൻ സാധിക്കും. അതിലൊന്ന് ശാസന ഗദ്യമാണ്. ഏറ്റവും പ്രാചീന രൂപങ്ങളാണ് ഈ പറയുന്ന ശാസന ഗദ്യങ്ങൾ. ഒത്തിരിയേറെ ശാസനങ്ങൾ അല്ലെങ്കിൽ ഈ ചെപ്പേടുകൾ നാം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. വാഴപ്പിള്ളി ശാസനം, തരിസാപ്പള്ളി ശാസനം, ജൂതശാസനം തുടങ്ങി ശാസന ഭാഷയെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് ഒരു നെറ്റ് പഠിതാവിന് വേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിൽ നിന്നും ഒത്തിരിയേറെ ചോദ്യങ്ങളും വരാറുണ്ട്. അടുത്ത ഒരു ഘട്ടം മധ്യകാല ഗദ്യമാണ്. അതായത് സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്കൊക്കെ നിർവചിക്കപ്പെട്ടിട്ടുള്ള ഗദ്യ തർജ്ജമകളാണവ. അടുത്ത ഒരു ഘട്ടം മിഷണറി ഗദ്യമാണ്. അത് കുറച്ചുകൂടി മുന്നിലേക്ക് കടന്നു വന്നിട്ടുള്ള ഗദ്യ മാതൃകകളാണ്. അപ്പോൾ ഇത്തരത്തിൽ 3 രീതിയിൽ അല്ലെങ്കിൽ 3 ഘട്ടങ്ങളായി മലയാള ഭാഷയിലെ ഗദ്യങ്ങളെ നമുക്ക് തരംതിരിക്കാം. ഡോക്ടർ എം പുരുഷോത്തമൻ നായർ പ്രാചീന ഗദ്യത്തെ 5ആയി തരംതിരിക്കുന്നുണ്ട്. പ്രാചീന ഗദ്യത്തെ അതിലൊന്ന് ശിലാശാസന ചെപ്പേടുകളിലെ ഗദ്യമാണ്. 2 ഭാഷാ കൗടലീയത്തിലെ ഭാഷയാണ്, ഗദ്യ മാതൃകയാണ്. 3 കൂടിയാട്ട ഗദ്യമാണ്. 4 പുരാണ കഥാഖ്യാനങ്ങളാണ്. 5 വ്യാഖ്യാനങ്ങളാണ്. ഇങ്ങനെ 5 രീതികളിൽ പ്രാചീന ഗദ്യത്തെ എം പുരുഷോത്തമൻ നായർ തരംതിരിക്കുന്നുണ്ട്. അതിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ രണ്ടാമതായി അദ്ദേഹം പറയുന്ന ഒരു ഗദ്യ മാതൃക ഭാഷാ കൗടലീയത്തിൻ്റെതാണ്. എന്താണ് ഭാഷാ കൗടലീയം? അതൊരു കൃതിയാണോ അല്ലെങ്കിൽ ഈ ശാസനങ്ങൾ പോലെയുള്ള എന്തെങ്കിലും മാതൃകയാണോ എന്നുള്ള കാര്യം നമുക്ക് അന്വേഷിക്കണം, അല്ലെ? എന്താണ് ഭാഷാ കൗടലീയം അല്ലെങ്കിൽ ഭാഷാ കൗടലീയത്തിന്റെ ഭാഷയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന കൃത്യമായ അറിവ് നമുക്ക് വേണം. ഭാഷാ കൗടലീയത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ കാലഘട്ടത്തെ കുറിച്ച് വിഭിന്നങ്ങളായ അഭിപ്രായമുണ്ട്. എങ്കിൽ കൂടി AD 12-ാം നൂറ്റാണ്ടായിരിക്കണം ഇതിന്റെ കാലമെന്ന് ഈ ഒരു അഭിപ്രായമാണ് ഏറ്റവും കൂടുതലായും പണ്ഡിതർ പറഞ്ഞിട്ടുള്ളത്. ഗ്രന്ഥകർത്താവ് ആരാണെന്ന് അറിയില്ല. ശാസനങ്ങൾക്ക് ശേഷം കണ്ടുകിട്ടിയിട്ടുള്ള ആദ്യത്തെ സാഹിത്യ ഗദ്യ മാതൃകയാണ് ഈ പറയുന്ന ഭാഷാ കൗടലീയം. ഇതിന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? BC 3-ാം നൂറ്റാണ്ടിൽ ഭാരതം ഭരിച്ചിരുന്ന ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിയായിരുന്ന കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിന്റെ പരിഭാഷയാണിത്. അപ്പോൾ കൗടില്യന്റെ അല്ലെങ്കിൽ ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിന്റെ പരിഭാഷയാണ് ഭാഷാ കൗടലീയം. അതാണ് പറഞ്ഞത്, ഭാഷാ ഗദ്യത്തെ തരംതിരിച്ചു കഴിയുമ്പോൾ അതിൽ തന്നെ സംസ്കൃതത്തിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ള വ്യാഖ്യാനങ്ങളെയും തർജ്ജമകളെയും നമുക്ക് 2-ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ അതിൽ പെടുന്ന ഒന്നാണ് ഭാഷാ കൗടലീയം. ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളെയും അല്ലെങ്കിൽ തർജ്ജമകളെയും എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ആദ്യമായിട്ട് നാം കാണുന്നത് അല്ലെങ്കിൽ പ്രഥമ ഗണനീയം എന്ന് പറയാൻ സാധിക്കുന്നത് ഭാഷാ കൗടലീയത്തെ തന്നെയാണ്.
അർത്ഥശാസ്ത്രത്തിൽ 15 അധികരണങ്ങൾ ഉണ്ടെങ്കിലും ആദ്യത്തെ 7 അധികരണങ്ങളുടെ ഭാഷാ വ്യാഖ്യാനം മാത്രമേ ഇതുവരെ കണ്ടുകിട്ടിയിട്ടുള്ളൂ. ചാണക്യൻ അർത്ഥശാസ്ത്രം രചിച്ചപ്പോൾ 15 അധ്യായങ്ങളായിട്ടായിരുന്നു എഴുതിയിരുന്നത്. പക്ഷെ അതിൽ 7 അധികരണങ്ങളുടെ ഭാഷാ വ്യാഖ്യാനം മാത്രമേ ഇന്ന് കണ്ടുകിട്ടിയിട്ടുള്ളൂ. സംസ്കൃത കൃതിയുടെ വിവർത്തനവും വ്യാഖ്യാനവുമായതിനാൽ ധാരാളം സംസ്കൃത പദങ്ങൾ തൽഭവമായും തത്സമമായും ഈ കൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഭാഷാ കൗടലീയത്തെ കുറിച്ച് ഏറ്റവും കൂടുതലായി നെറ്റ് പരീക്ഷയിൽ വരുന്ന ഒരു ചോദ്യം ഇതാണ്. അത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് കണ്ടുവന്നിട്ടുള്ളത്. അതിങ്ങനെയാണ്. അതായത് ഭാഷാ കൗടലീയത്തിന്റെ പ്രത്യേകതകളിൽ പെടാത്തത് അല്ലെങ്കിൽ സവിശേഷതകളിൽ ഉൾപ്പെടുന്നവ മാത്രം എടുത്തെഴുതുക എന്ന രീതിയിൽ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് ഒന്ന്, അർത്ഥശാസ്ത്രത്തിന്റെ പരിഭാഷയും വ്യാഖ്യാനവുമാണ് ഭാഷാ കൗടലീയം എന്നാണ് ചിന്തിക്കേണ്ടത്. അതായത് അർത്ഥശാസ്ത്രത്തിന്റെ വ്യാഖ്യാനം മാത്രമല്ല, വെറും ഒരു വ്യാഖ്യാനം മാത്രമല്ല, അതിന്റെ തർജ്ജമ അല്ലെങ്കിൽ പരിഭാഷ കൂടിയാണ്, അല്ലെങ്കിൽ വിവർത്തനം കൂടിയാണ് ഭാഷാ കൗടലീയം. ആ സംസ്കൃത കൃതിയുടെ വിവർത്തനവും വ്യാഖ്യാനവുമാണ് ഭാഷാ കൗടലീയം എന്ന കാര്യം കൃത്യമായും ഓർത്തിരിക്കുക. മറ്റൊരു പ്രത്യേകത, സംസ്കൃതം, മലയാളം, തമിഴ് എന്നിവയുടെ കലർപ്പാണ് ഇതിലെ ഭാഷ എന്ന് പറയുന്നത്. തമിഴ് മലയാളമായി പരിണമിച്ചുകൊണ്ടിരുന്ന അന്തരാള ദശയിലെ ഭാഷയാണ് ഈ കൃതിയിൽ കാണുന്നതെന്ന് എം പുരുഷോത്തമൻ നായർ തന്റെ പ്രാചീന ഭാഷാ ഗദ്യ മാതൃകകൾ എന്ന കൃതിയിൽ പറയുന്നുണ്ട്. എം പുരുഷോത്തമൻ നായരുടെ പ്രാചീന ഭാഷാ ഗദ്യ മാതൃകകൾ എന്ന പഠനത്തിലാണ്, ആ ഒരു കൃതിയിലാണ് തമിഴ് മലയാളമായി പരിണമിച്ചുകൊണ്ടിരുന്ന അന്തരാള ദശയിലെ ഭാഷയാണ് ഈ കൃതിയിൽ കാണുന്നതെന്ന അഭിപ്രായം ഉള്ളത്. ഇനി കൗടലീയത്തിലെ ഭാഷയെക്കുറിച്ച് അല്ലെങ്കിൽ കൗടലീയ ഭാഷകളെ കുറിച്ച് നിരവധി അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അത് ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ അഭിപ്രായങ്ങളുണ്ട്, അതുപോലെ ഉള്ളൂരിന്റെ അഭിപ്രായങ്ങളുണ്ട്, എം പുരുഷോത്തമൻ നായരുടെ അഭിപ്രായങ്ങളുണ്ട്, അതുപോലെ തന്നെ KN എഴുത്തച്ഛന്റെ അഭിപ്രായങ്ങളുണ്ട്. ഇത്തരത്തിൽ കൗടലീയ ഭാഷ വളരെ പ്രാധാന്യത്തോടെ നാം നോക്കിക്കാണേണ്ട ഒന്നാണ്. കൗടലീയത്തിലെ ഭാഷ ത്രൈവർണികരുടെ തമിഴാണെന്ന് ഇളംകുളം അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ അതിന് അദ്ദേഹം പറയുന്ന കുറച്ച് കാരണങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹം ഈ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിന് പിന്നിൽ അദ്ദേഹം കണ്ടെത്തിയ ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതെന്താണ്? സംസ്കൃതത്തിലും വിവിധ ശാസ്ത്രത്തിലും അപാരമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നുവെന്ന് ഈ ഒരു കൃതി വ്യക്തമാക്കുന്നത് കൊണ്ടും ത്രൈവർണികരുടെ ഭാഷയിൽ അക്കാലത്ത് സാധാരണമായിരുന്ന മറഞ്ചു, അറിഞ്ചു, അതുവു, ഇവു, അങ്ങാഴി, ഓതം, പലപ്പോണം, അപ്പോണ് തുടങ്ങി ഇത്യാദി രൂപങ്ങൾ കൗടലീയത്തിൽ കാണുന്നത് കൊണ്ടുമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. മാത്രവുമല്ല, അവൈ എന്ന തമിഴ് രൂപത്തിന് പകരം 12ാം ശതകത്തിൽ നമ്പൂതിരിമാർ സാധാരണയായി ഉപയോഗിച്ചിരുന്ന അവയു, അവി, അവു, അവുതു ഇത്യാദി രൂപങ്ങൾ ഈ കൃതിയിൽ ധാരാളമായി ഉണ്ടെന്ന് ഇളംകുളം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ കൗടലീയ ഭാഷ ത്രൈവർണികരുടെ തമിഴാണെന്ന് അഭിപ്രായപ്പെട്ട ആൾ ഇളംകുളമാണ്, ഓർത്തു വയ്ക്കുക, ചിലപ്പോൾ ചോദ്യമായി വരാം. ശാസന ഭാഷയുടെ ക്രമികമായ വികാസവും ഭാഷാ കൗടലീയത്തിൽ കാണാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ശാസന ഭാഷയ്ക്ക് ശേഷം അല്ലെങ്കിൽ ശാസനങ്ങൾക്ക് ശേഷം നാം കണ്ടുവരുന്ന ഗദ്യമാതൃകകളിൽ പ്രഥമ ഗണനീയം ഭാഷാ കൗടലീയമാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഈ ശാസന ഭാഷയിലെ അല്ലെങ്കിൽ ശാസന ഭാഷയുടെ ഒരു വികാസം, അതിൽ നിന്നും പരിണമിച്ചുകൊണ്ടുള്ള ഒരു ഭാഷാ വ്യതിയാനം നമ്മുടെ ഭാഷാ കൗടലീയത്തിൽ കാണാമെന്ന് അദ്ദേഹം, അതായത് ഇളംകുളം തന്നെ പറയുന്നുണ്ട്. അതിന് അദ്ദേഹം നൽകുന്ന ഒരു മാതൃക നോക്കുക. രാജാവിനുടയ ഒറ്റാക്കളെ കൊണ്ടു അറിഞ്ഞു വൈപ്പിച്ചുകൊൾവിതു പകർന്നു നിറുത്തു വീതും ചെയ്വിതു ഒറ്റക്കളെ കൊണ്ടറിഞ്ഞു അർത്ഥം ഭക്ഷിയാത്തവാറു ഭക്ഷിച്ചതു വൈപ്പിച്ചു കൊള്ളുവാൻ ഉപായം ചെയ്തു എന്നിങ്ങനെ പോകുന്ന വരികളാണ് അദ്ദേഹം ഉദാഹരണമായി എടുത്തിട്ടുള്ളത്. അതായത് മലയാളത്തിൽ പ്രചാരത്തിൽ ഇല്ലാത്തവയും തമിഴിൽ നിലനിന്നു പോരുന്നവയുമായ ധാരാളം പ്രാചീന പദങ്ങളും ശൈലികളും
ഭാഷാ കൗടലീയത്തിൽ കാണാം. അതുപോലെ അയകൻ, ഇറ, പടവാർത്ത, പനി, പന്തി പിടിക്കുക, അമയുക എന്നിങ്ങനെയുള്ള ഭാഷാരൂപങ്ങൾ കാണുന്നുണ്ട്. അയകൻ എന്നാൽ അലക്കുകാരൻ, ഇറ കപ്പം, പടവാർത്ത എന്നാൽ സംഭാഷണം, പനി എന്ന പദത്തിന്റെ അർത്ഥം മഞ്ഞ് എന്നാണ്, പന്തി പിടിക്കുക പക്ഷം ചേരുക, അമയുക എന്നാൽ ചേരുക. ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഭാഷാരൂപങ്ങളും കൗടലീയത്തിൽ കാണാം. ഉള്ളൂരിന്റെ വളരെ പ്രസിദ്ധമായ ഒരു അഭിപ്രായമുണ്ട് ഭാഷാ കൗടലീയത്തെ പറ്റി. വാസ്തവത്തിൽ ഭാഷാചരിത്ര പിപഠിഷുകൾക്ക് ഒരു അനർഘമായ വജ്രഖനിയാകുന്നു ഭാഷാ കൗടലീയം എന്നാണ് ഉള്ളൂർ ഈ ഒരു കൃതിയെ പറ്റി അഭിപ്രായപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി നാം പഠിക്കേണ്ട ഒന്നാണ് ഭാഷാ കൗടലീയം. ഇതല്ലാതെ അല്ലെങ്കിൽ ഇതുകൂടാതെ മറ്റു ചില അഭിപ്രായങ്ങൾ കൂടിയുണ്ട്. ഒന്ന് ഇളംകുളത്തിന്റെ അഭിപ്രായമാണ്. ഈ കൗടലീയത്തിലെ ഭാഷയുടെ പ്രത്യേകതകളെ തന്നെ സംബന്ധിക്കുന്ന ചില അഭിപ്രായമാണ്. അനുനാസികാദി പ്രസരം, കാലവ്യാദേശം, സ്വരസംവരണം, പുരുഷഭേദ നിരാസം തുടങ്ങിയവ ഭാഷാ കൗടലീയത്തിൽ കാണപ്പെടുന്നുണ്ട് എന്ന് ഇളംകുളം പറയുന്നു. ഇന്ദാരൂപങ്ങൾ കാണപ്പെടുന്നുള്ളതായി പറയുന്നു. KN എഴുത്തച്ഛന്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ കണ്ടെത്തലുണ്ട്. പദം, ശൈലി, വ്യാകരണ കാര്യം എന്നിവയിൽ തമിഴുമായി അടുപ്പമെങ്കിലും അല്ലെങ്കിൽ അടുപ്പമുണ്ടെങ്കിലും മലയാളത്തിന്റെ സ്വന്തമായ ഒരു സ്വഭാവങ്ങൾ ഭാഷാ കൗടലീയത്തിൽ കാണപ്പെടുന്നുണ്ട്. സംസ്കൃതത്തിന്റെ മൂശയിൽ ഭാഷാ ശൈലി വാർത്തെടുക്കാനുള്ള ശ്രമം ഇതിൽ കാണപ്പെടുന്നുണ്ട് എന്ന അഭിപ്രായം KN എഴുത്തച്ഛന്റേതാണ്. ഓർത്തു വെക്കുക. ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളും കണ്ടെത്തലുകളും കൃത്യമായി ഓർത്തു വെക്കുന്നത് നെറ്റ് പരീക്ഷയിൽ ഉപകാരപ്പെടും. അതുപോലെ ഇളംകുളത്തിന്റെ മറ്റൊരു പ്രധാന അഭിപ്രായമാണ് ശാസനങ്ങൾ പഠിച്ചില്ലെങ്കിലും കൗടലീയം ശരിയായി പഠിച്ചാൽ പ്രാചീന ഭാഷാ സാഹിത്യത്തിൽ ഒരു പ്രവേശം ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. എന്താണ്? ശാസനങ്ങൾ പഠിച്ചില്ലെങ്കിലും കൗടലീയം ശരിയായി പഠിച്ചു കഴിഞ്ഞാൽ പ്രാചീന ഭാഷാ സാഹിത്യത്തിൽ ഒരു പ്രവേശം ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ അഭിപ്രായമാണിത്. അതുപോലെ KN എഴുത്തച്ഛന്റെ മറ്റൊരു അഭിപ്രായം നോക്കുക. ഭാഷാ കൗടലീയകാരൻ മാതൃഭാഷയുടെ പൂർണ്ണ രഹസ്യങ്ങൾ മനസ്സിലാക്കിയ മലയാളിയാണ്. എന്താണ്? ഭാഷാ കൗടലീയകാരൻ മാതൃഭാഷയുടെ പൂർണ്ണ രഹസ്യങ്ങൾ മനസ്സിലാക്കിയ മലയാളിയാണ്. സ്വഭാഷയിൽ നിന്ന് കാറ്റും വെളിച്ചവും ഭക്ഷണവും നേടിയ ഒരു പണ്ഡിതനെ അത് എഴുതുവാൻ കഴിയൂ എന്ന് അവനിലെ ഏത് ഭാഗവും തെളിയിക്കുന്നു. അതിലെ ഏത് ഭാഗവും തെളിയിക്കുന്നുണ്ട്. അതായത് ഭാഷാ കൗടലീയത്തിലെ ഏത് ഭാഗവും തെളിയിക്കുന്നു എന്ന അഭിപ്രായം KN എഴുത്തച്ഛന്റേതാണ്. നിലവിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ഭാഷാ കൗടലീയത്തെ കുറിച്ചാണ്. ശാസന ഭാഷയിൽ നിന്നും ക്രമികമായ ഒരു വികാസം ഭാഷാ കൗടലീയത്തിലേക്ക് എത്തുമ്പോഴേക്കും ഗദ്യത്തിൽ കടന്നു വരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഭാഷാ കൗടലീയത്തിന്റെ പ്രത്യേകതകൾ, ഭാഷയുടെ പ്രത്യേകതകൾ പറഞ്ഞു. അതുപോലെ ഈ ഗദ്യ മാതൃകകളുടെ ചില സവിശേഷതകൾ, ഈ കൃതിയെ പറ്റി പണ്ഡിതർ നൽകിയിട്ടുള്ള ചില അഭിപ്രായങ്ങൾ, കണ്ടെത്തലുകൾ എന്നിവ പറഞ്ഞു. ഇതിൽ കൂടുതലായും കണ്ടുവരുന്ന ചില പദപ്രയോഗങ്ങൾ, തമിഴിന്റെ ചുവ അല്ലെങ്കിൽ തമിഴിൽ ഉപയോഗിക്കുന്നതും നിലനിന്ന് പോരുന്നതുമായ ചില പദപ്രയോഗങ്ങൾ, അവ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയുള്ള ചില പദങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളെല്ലാം ഭാഷാ കൗടലീയത്തെ പറ്റി നാം ഓർത്തിരിക്കേണ്ടവ തന്നെയാണ്. അപ്പൊ കൃത്യമായി ഈ ഒരു ഭാഗം നെറ്റ് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഈ ഒരു ഭാഗം കൃത്യമായി പഠിക്കുക. ഭാഷാ കൗടലീയത്തിൽ നിന്നും സാധാരണയായി ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം.